വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാരുടെ വിശ്രമ കേന്ദ്രം എന്ന ഐതിഹ്യപ്പെരുമ പേറുന്ന സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1600 അടിയോളം ഉയരത്തിലുള്ള മലമുകളിലെ വിശാലമായ മൈതാനം. നല്ല ഇളം കാറ്റേറ്റ് സൂര്യോദയവും സൂര്യാസ്തമയവും ആസ്വദിക്കാം. കൂട്ടുകാരോടൊത്ത് കൂടാം. ഒപ്പം അടൂർ, ശാസ്താംകോട്ട, ചവറ എന്നീ സ്ഥലങ്ങളിലെ ദൂരക്കാഴ്ചകളും ആസ്വദിക്കാം. അടൂർ ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ സ്ഥലം. നെടുംകുന്ന് മലയിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് മണക്കാല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള മണക്കാല ജംഗ്ഷനിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണൻ റോഡിലേക്ക് തിരിയുക. 1/2 കിലോമീറ്റർ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു കനാല് കാണാം. ആ കനാല് ക്രോസ് ചെയ്യരുത്, അവിടുന്ന് വലത്തേക്ക് തിരിയുക. ഏതാണ്ട് 200 മീറ്റർ മുന്നിലേക്ക് പോകുമ്പോൾ ആ കനാല് ക്രോസ് ചെയ്യാനുള്ള ഒരു പാലം കാണാം. ഇടത്തേക്ക് തിരിഞ്ഞ് ആ കനാല് ക്രോസ് ചെയ്യുക. നേരെ പോയിട്ട് അവിടെ ഒരു ലെഫ്റ്റ് ഉണ്ട്. ഓക്കെ, ആ ലെഫ്റ്റ് കയറി നേരെ പോയത്. വീണ്ടും മുന്നിലേക്ക് ഒരു 300 മീറ്റർ പോകുക. അവിടുന്ന് ഇടത്തേക്ക് തിരിയുക. അവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് നെടുംകുന്ന് മലയുടെ അടിവാരത്തിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ നെടുംകുന്ന് മലയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇത് അടൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജോർജാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വണ്ടിയിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്നാണ് കയറേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. തീരെ ചെറിയ വഴിയാണ്. ഇതാണ് അതിൻ്റെ ടോപ്പിലെ വ്യൂ. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ 5 മണി സമയമായി. നല്ല കാറ്റുണ്ട്, വെള്ളം, വെയിലൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ജോർജ്? സൂപ്പറല്ലേ? നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ നിറച്ചും ഇതേലത്തെ ഒരു ചെടി പോലെ നിൽപ്പുണ്ട്. അതിനകത്ത് ഇതുപോലത്തെ കുറേ കായ്കൾ നിൽപ്പുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് അറിയത്തില്ല. അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നെടുംകുന്ന് മലയുടെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് അധികം ആൾക്കാരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമീപത്തുള്ള പ്രദേശവാസികളാണ് ഇവിടെ കൂടുതലും എത്താറുള്ളത്. അപ്പം ഈ ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ആംബിയൻസാണ്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പുൽത്തകിടിയുണ്ട്. അതിനോട് ഇടയ്ക്ക് വെട്ടുകല്ലിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതിൻ്റെ ഏരിയൽ വ്യൂ കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.